ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഗ്ലാം ഗോഡസ് സിന്ധുജ. അപ്പം നിങ്ങളുടെ ഗ്ലാം ഗോഡസ് രാവിലെ ഇന്ന് ഞായറാഴ്ചയാണല്ലോ, ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഒരു വിധത്തിൽ അങ്ങ് എണീറ്റു. ഇനി ഒന്ന് ബ്രഷ് ചെയ്ത് ഇന്നെനിക്ക് കുച്ചിപ്പുടിയുടെ ഡാൻസ് സെഷൻസ് ഉണ്ട്, പ്രാക്ടീസ് സെഷൻസ്. അപ്പം അത് ഞാൻ കാണിച്ചു തരാം. അതെവിടെ ചെയ്യുന്നതെന്നുള്ളത് ആ സംഭവം ഞാൻ കാണിച്ചിട്ടില്ലല്ലോ. ലൈക്ക് അതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല. പക്ഷെ ഞാനത് കാണിച്ചു തരാം. നമുക്ക് ബ്രഷിങ്ങിലേക്ക് പോകാം. മണി ഏരിയ കാലായി ഡിയേഴ്സ് ആൻഡ് ഗോഡസ് ഇസ് സ്റ്റിൽ ലേസി. അതിപ്പോൾ ബാത്റൂമിൽ നിങ്ങൾ ഗോഡസ് ഗോഡ്സ് ബ്രഷ് ചെയ്യുന്നതാണ് കാണുന്നത്. ഇത് കഴിഞ്ഞ് ഒന്ന് മേല് കഴുകണം. എന്നിട്ട് തല കുളിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഡാൻസിൻ്റെ ഹെയർ സ്റ്റൈൽ ചെയ്യാൻ പറ്റില്ല, നോർമൽ ഹെയർ സ്റ്റൈൽ പ്രാക്ടീസില്ല. സോ ഇത് കഴിഞ്ഞ് കാണാം. അങ്ങനെ നിങ്ങളുടെ ഗോഡസ് പല്ല് തേച്ച് കഴിഞ്ഞ് നിങ്ങളെല്ലാം തേച്ചെന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ പോയി എൻ്റെ വേഷം മാറ്റട്ടെ, എൻ്റെ യൂണിഫോം പ്രാക്ടീസ് സെഷനിൽ യൂണിഫോം ആക്കട്ടെ. അതിനുശേഷം ഞാൻ കാണിച്ചു തരാം. അങ്ങനെ രാവിലെ ഭയങ്കര ഇരുട്ടാണ്. 6:30-7 എണീച്ചതറിയാം നിങ്ങളുടെ ഗോഡസ്. അത് കഴിഞ്ഞ് ടൈം എങ്ങനെ പാറി പറന്ന് പോകും നമുക്ക് പറയാനേ പറ്റൂല. ഇതാണ് എൻ്റെ പ്രാക്ടീസ് യൂണിഫോം ഡ്രസ്. അപ്പൊ ഇത് ചേഞ്ച് ആയിട്ട് ഞാൻ ലുക്ക് കാണിച്ചു തരാം. അപ്പൊ ഇതാണ് എൻ്റെ കുച്ചിപ്പൊടിയുടെ പ്രാക്ടീസ് സെഷൻ ഡ്രസ്. ജസ്റ്റ് ഒരു ചുരിദാറിൻ്റെ ടോപ്പും പിന്നെ ബോട്ടം ഒരു നേവി ബ്ലൂ കളർ. ഇതിൻ്റെ സാധനം കൂടെ ഉണ്ട്, ഷോൾ കൂടെ ഉണ്ട്. അത് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനത്തെ ഒരു മോഡാക്കിയത്. മറ്റേതാക്കിയത് നിങ്ങൾക്ക് കാണൂല. ഷോള് നമുക്ക് ഡാൻസേഴ്സിന് എല്ലാവർക്കും അറിയാം, ഒരു രീതിയുണ്ട് അത് ഇടുന്നത്. ജസ്റ്റ് പ്ലീറ്റ് ചെയ്യുക, ഇവിടെ ഇങ്ങനെ വെക്കുക. ഇത് മാക്സിമം ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ പണിയാവും. ഇതിന് ശേഷം ജസ്റ്റ് ഇങ്ങനെ റൗണ്ട് ചെയ്ത്, ഇത് നമ്മുടെ ടിപ്പിക്കൽ ഒരു കൂൾ സ്റ്റൈലാണ്. ഡാൻസ് ചെയ്യുമ്പോൾ ഇത് നമുക്ക് മസ്റ്റാണ് ഷോള്. ഓക്കെ, കോർ ടൈറ്റ് ആക്കാനും. സോ ദാറ്റ്സ് ഇറ്റ്. ഇവിടെ ഒരു പിന്ന് വെക്കണം, ഞാൻ വയ്ക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്ത് നമ്മൾ ഡാൻസ് വരുമ്പോൾ ഇതിങ്ങനെ തളാന്ന് താഴെ പോകുമ്പോൾ അതെടുത്ത് വയ്ക്കാം. നമ്മുടെ ഫോക്കസ് ഡൈവേർട്ടഡ്. അതിന് തലയും കൂടി ഒന്ന് സെറ്റ് ചെയ്യുക. പിന്നെ എനിക്ക് ഓർണമെന്റ്സ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു ഓർണമെന്റ്സ്. ഇതിന്റെ കുച്ചിപ്പുടിയുടെ പ്രാക്ടീസ് വേർഷനാണ്. ഭരതനാട്യത്തിന്റെ സാരിയാണ്. ഞാൻ എൻ്റെ സാരി സ്റ്റുഡിയോയും ഫാൻസിയും ലോഞ്ച് ചെയ്തപ്പോൾ കാണിച്ചില്ല യെല്ലോ, അതാണ് എൻ്റെ ആ ഒരു ഡ്രസ്സ്. എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള അതാണ് ഭരതനാട്യത്തിന്. അത് ഞാൻ പിന്നെ കാണിച്ചു തരാം. ഇത് ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗിൽ ഞാൻ എന്താ എടുക്കുന്നത്, കുച്ചിപ്പൊടിയുടെ സെഷൻസ് ഞാൻ എങ്ങനെ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. അതിൻ്റെ കുറച്ച് ബിറ്റ്സ് ആൻഡ് പീസസും കാര്യങ്ങളും ഞാൻ കാണിച്ചു തരാം. മുടി ഒന്ന് കെട്ടട്ടെ. ഓക്കെ, ഞാൻ പോയി ചീപ്പും സെറ്റപ്പുകളും എടുത്തോണ്ട് വരട്ടെ. വെയിറ്റ്. തലമുടി ചീകി കിട്ടുന്നത് നിങ്ങൾക്ക് ഈ ഒരു മോഡിൽ ഇങ്ങനെ കാണിച്ചാലേ പറ്റൂ. മറ്റേ വ്ളോഗിങ് ചെയ്യുന്ന ആ ലാൻഡ്സ്കേപ്പ് മോഡിൽ കാണിച്ചാൽ നിങ്ങൾക്ക് ആ ലെന്തും കാര്യങ്ങളും അറിയില്ല. പല ആൾക്കാരും എൻ്റെ തലമുടിയുടെ കുറച്ച് ഫാൻസാണ് ഇൻസ്റ്റയിലൊക്കെ. അപ്പം അവരൊന്ന് കാണട്ടെ എൻ്റെ തലമുടി എന്ന് വിചാരിച്ചു. തലമുടി ചീകി ഇന്നലെ ഞാൻ പിന്നിക്കെട്ടിയായിരുന്നു പോയത്. ഇന്ന് വേറൊരു വേർഷൻ, ജസ്റ്റ് ബണ്ണി ചെയ്യുന്നു, ഗജറ അല്ലെങ്കിൽ നമ്മുടെ കനകാമ്പരത്തിൻ്റെ ആർട്ടിഫിഷ്യൽ ഫ്ലവർ സെറ്റ് ചെയ്യുന്നു തലയിൽ. അത്രയേ ഉള്ളൂ. ചേഞ്ച് വേണ്ടേ? പൊട്ട് വെച്ചു,
പൊട്ട് എൻ്റെ കയ്യിൽ തന്നെ ഇരിക്കുമെന്ന് തോന്നുന്നു. ഓക്കെ, വള വലിയ ഒഴുക്കമൊന്നുമില്ല, സ്ലൈറ്റായിട്ട്. സൺഡേ ഒഴുക്കമൊക്കെ റെഡ്യൂസ്ഡ്. പൂ കുച്ചിപ്പൊടി ആയതുകൊണ്ട് ഞാൻ ഈ പൂവാണ് ഓപ്റ്റ് ചെയ്യുന്നത്. ഇത് നമുക്ക് കടയിൽ കിട്ടുന്ന പൂവാണ്. കുച്ചിപ്പൊടിയുടെ സെഷൻസിൽ ഞാൻ ഇതാ വയ്ക്കാറ്, അല്ലെങ്കിൽ ഞാൻ വൈറ്റ് ഗജ്ര പൂവാണ് വയ്ക്കാറ്. ജസ്റ്റ് ഒരു ചുറ്റുക, ഇവിടെ പിൻ ചെയ്യുക. ആ പരിപാടി കഴിഞ്ഞു. ഇനി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആക്സസറി, ഇത് സിന്ധുജാസ് സാരി ആൻഡ് ഫാൻസി കം സ്റ്റുഡിയോ എൻ്റെ ഓൺ ലോഞ്ചാണ്, ചോക്കറിൻ്റെ. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇടും. അത് ഇട്ടിട്ട് ഞാൻ കാണിച്ചു തരാം. അല്ലെങ്കിൽ നിങ്ങൾ പോസ്റ്റ് ഇട്ടിട്ട് കുടുകൂടാന്ന് കുറേ ടൈം എടുക്കുന്നത്, നിങ്ങൾ പോസ്റ്റ് ഇട്ടിട്ട് ഞാൻ കാണിച്ചു തരാം. ഇട്ട് കഴിഞ്ഞു. എങ്ങനെയുണ്ട് ഡിയേഴ്സ്? ക്യൂട്ടല്ലേ ഗോഡസിൻ്റെ കഴുത്തിൽ? ഇനി കരി എഴുതും, പെർഫ്യൂം അടിക്കും, മുഖത്ത് കുറച്ച് സംഭവങ്ങൾ ലൈറ്റായിട്ട് ഒരു മേക്കപ്പ്, അത്രയേ ഉള്ളൂ. ബാക്കിയെല്ലാം ആയി. എങ്ങനെയുണ്ട് എൻ്റെ ലുക്ക്, ഡാൻസ് ലുക്ക്, പ്രാക്ടീസ് ലുക്ക് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. വരൂ നമുക്കത് ചെയ്യാം. പുട്ടി വർക്ക്, ഐബ്രോസ്, കൺസീലർ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുന്നു, ഡാർക്ക് സർക്കിൾസ് അങ്ങനത്തെ ഒക്കെ സാധനങ്ങളുണ്ടെങ്കിൽ. ഇനി ഷുഗറിൻ്റെ ബ്രാൻഡാണ് ഈ സാധനം, ഐലൈനർ അല്ല, എനിക്ക് തന്നെ എല്ലാം തിരിഞ്ഞു പോകുന്നു ഡിയേഴ്സ്. അത് ഒരു ജെൽ ടൈപ്പ് കൺമഷിയാണ് ഷുഗറിൻ്റെ, കണ്ടോ? അതെടുക്കുന്ന രീതി ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെയായിരുന്നു ആ സാധനം ഇരുന്നത്. ഇതിനകത്തൊരു ബ്രഷും ഉണ്ടായിരുന്നു. അപ്പോൾ ബ്രഷ് ഞാനിങ്ങ് എടുത്തു. ഈ ബ്രഷ് വെച്ച് ഇതെടുക്കുക. പിന്നെ അറിയാമല്ലോ എഴുതുന്നത്. ബ്രാൻഡഡ് പ്രോഡക്റ്റ് ആണ് അത് കേട്ടോ, സ്മഡ്ജും ഇല്ല, അതിൻ്റെ മാർക്കറ്റിംഗ് ഒന്നുമല്ല, എന്നാലും സ്മഡ്ജ്ലെസ് പ്രോഡക്റ്റ് ആണ്. നല്ല ഡാർക്കുമാണ്. ചില കാജലുകൾ നമ്മൾ കൺമഷി മേടിക്കുമ്പോൾ അത്ര ഡാർക്ക്നെസ് കിട്ടില്ലല്ലോ. ഒരു ഡാൻസ് ക്ലാസ്സിൽ പോകുമ്പോൾ നമ്മൾ ഒഴുങ്ങി വേണം പോകാൻ, ക്ലാസിക്കൽ. അതാണ് അതിൻ്റെ ഒരു രീതി. നമ്മൾ സ്റ്റേജിൽ ഫൈനലായിട്ട് പെർഫോം ചെയ്യുമ്പോഴും ഒഴുങ്ങിയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അതൊരു ശീലമാക്കുക. ചെയ്യാതെയും പോകുന്നവർ കാണും. ഞാൻ ഒഴുങ്ങിയാണ് പോകുന്നത്. ഓക്കെ, അത് സെറ്റായി. ഇനി ഐലൈനർ നോക്കാം. ഫൗണ്ടേഷൻ നിങ്ങളുടെ ഗോഡസ് ഇടുന്നില്ല, മഴയാണ് പുറത്ത്. ഇതൊക്കെ ഇട്ടുകൊണ്ട് പോയിട്ടും അവിടെ കാര്യം പ്രയോജനമൊന്നുമില്ല. പക്ഷെ ഫാസ്റ്റ് ട്രാക്ക് പെർഫ്യൂം ഗേൾ ബോസ് എൻ്റെ ഫേവററ്റാണ്. നല്ല മണം. നിങ്ങൾക്ക് വേണോ? നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഇതാണ് ഗേൾ ബോസ് ഫോർ ഹെയർ. അതാണ് എൻ്റെ ബ്രാൻഡ്. ഇനി ലിപ്പ് ഒന്ന് ടച്ച് ചെയ്യണം, അത്രേ ഉള്ളൂ. ബാക്കി ഒഴുക്കങ്ങൾ ഫൗണ്ടേഷനൊന്നും ഇട്ടില്ല. ഇത് ചോദിച്ചാൽ ഞാൻ ഇടാത്തതാണ് മനഃപൂർവ്വം. മടിച്ച് ചെയ്യണം. ഇവർ ഈ പോകാനുള്ളതുകൊണ്ട് പെട്ടെന്ന് ഞാനത് ഇടാത്തതാണ്. ഇത് സ്റ്റേജ് പെർഫോമൻസ് ഒന്നും അല്ലല്ലോ, ജസ്റ്റ് പ്രാക്ടീസ് സെഷൻ അല്ലേ. അപ്പോൾ ഞാൻ കട്ട് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ അതല്ലാതെ കൺസീലർ മാത്രം ഇട്ടു എന്നുള്ള കമൻറ്റുകളൊന്നും ഇനി വരണ്ട. ഇനി ലിപ്പ് ഞാൻ ടച്ച് ചെയ്യാം. വെയിറ്റ്. ലിപ്പ് ഞാൻ ഈ ഇടയ്ക്ക് ബ്ലൂ ഹെവൻ്റെ നോട്ട് ട്രാൻസ്ഫർ ലിക്വിഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. 102 ആണ്. ചിലവർ അതിൻ്റെ കോഡ് ചോദിച്ചിട്ടുണ്ട്, അത് നമുക്ക് ഇടാം. ഇങ്ങനെ ഗോഡസ് ലിപ്പ് ടച്ച് ചെയ്യുന്നു. കഴിഞ്ഞു. ആക്ച്വലി ഞാനിന്ന് ബ്രേക്ക്ഫാസ്റ്റ് സൺഡേസ് ഞാൻ പുറത്തുനിന്ന്. എങ്ങനെയുണ്ട് നിങ്ങളുടെ ഗോഡസിൻ്റെ ലുക്ക്? കിടുവല്ലേ? നിങ്ങളുടെ ഗോഡസിൻ്റെ ലുക്ക് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. കിടുവല്ലേ? പ്രാക്ടീസ് ഡേ ഇൻ മൈ ലൈഫ് ലുക്ക്. ലിപ്പ് ഞാൻ ടച്ച് ചെയ്ത്. ആക്ച്വലി ഞാൻ സൺഡേസ് പുറത്തുനിന്നാണ് കഴിക്കാറ്. അപ്പോൾ അതുകൊണ്ട് ലിപ്പ് ടച്ച് ചെയ്ത്. ഇനി അവിടെ പോയി ഹോട്ടൽ തീറ്റ കഴിച്ച് കഴിഞ്ഞ് വീണ്ടും ലിപ്പ് ടച്ച് ചെയ്യാൻ ഞാൻ എടുത്ത് വെച്ചേക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഒരു ലുക്കിൻ്റെ കാര്യം. ഇനി ഞാൻ പുറത്ത് പോകുന്നത്, തീറ്റ കഴിക്കുന്നത്, അവിടെ പോയി പ്രാക്ടീസ് ചെയ്യുന്നതിന് ഇച്ചിരി ഒരു ഷോട്ട് ഞാൻ എടുക്കാം. കൂടുതൽ വീഡിയോ ഞാനിവിടെ യൂസ് ചെയ്യാറില്ല. ബട്ട് സ്റ്റിൽ ഓക്കെ, സ്റ്റേ ട്യൂൺഡ്. ഡിയേഴ്സ്, ഞാൻ വൈലിക്കടയിൽ എന്ന ഹോട്ടലിൽ നിന്ന് മസാല ദോശ ഒരു കോഫിയും കുടിച്ചു. ഞാൻ അവിടെ കംപ്ലീറ്റ് ഡോൾബി ഡിജിറ്റൽ സൗണ്ട് ആയിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോ അവിടെ നിന്ന് റെക്കോർഡ് ചെയ്യാത്ത എൻ്റെ ഇതിൽ കോപ്പിറൈറ്റ് തട്ടും വ്ളോഗിൽ. സോ അതുകൊണ്ടാണ് ഞാൻ അത് ചെയ്യാത്തത്. ഫുഡൊക്കെ അടിച്ചു. നിങ്ങളും ഭക്ഷണം കഴിച്ചു എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് പ്രാക്ടീസിൻ്റെ കുറച്ച് സെഷൻ കാണാം. കുടിയിലെ 3ാമത്തെ പ്രാക്ടീസ് സെഷനിലെ അടവാണ് ഇപ്പോൾ കാണിക്കുന്നത്. ട്രൈ ചെയ്യാം. തം തിക്കി തിക്കി തം തത്താ ഹത്തത്തേ. 3ാമത്തെ കുച്ചിപ്പുടി അടവ് ട്രൈ ചെയ്യാം. പിന്നെ പ്രാക്ടീസ് സെഷൻ. തം തിക്കി തിക്കി തം
തത്താഹത്തക്തൈഹി തം തികി തികി തം തത്താഹത്തക്തൈഹി തം തികി തികി തം തത്താഹത്തക്തൈഹി. ഇനി സെക്കൻഡ് അടവിലേക്ക് പോകുന്നു. കുച്ചിപ്പുടി അടവ് 2. തം തികി തികി തം തത്താഹത്തക്തൈഹി. കുച്ചിപ്പുടി സെക്കൻഡ് അടവ്. തം തികി തികി തം തത്താഹത്തക്തൈഹി തം തികി തികി തം തത്താഹത്തക്തൈഹി തം തികി തികി തം തത്താഹത്തക്തൈഹി തം തികി തികി തം തക്കത്തിന താം തക്കത്തിന താം. അടവ്. ഓക്കെ. തം തികി തികി തം തത്താഹത്തക്തൈഹി തം. കുച്ചിപ്പുടിയിലെ നമസ്കാരം ആദ്യമാണ് ഞാൻ കാണിച്ചത്, ഇടയ്ക്ക് കാണിച്ചത്. തക്കത്തി 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 താം. ഇനി ഞാൻ മ്യൂസിക് ഇല്ലാതെ ഫസ്റ്റും സെക്കൻഡും തേർഡും ഒരുമിച്ച് കാണിച്ചു തരും. നേരത്തെ ചെയ്ത സംഭവം ജോയിൻ്റ്. ഇനി തേർഡ് അടവ് ഒരിക്കൽ കൂടെ ഞാൻ കാണിച്ചു തരുവാണ് കുച്ചിപ്പുടിയുടെ.